അസ്സലാമലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേടായത് അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ ആട്ട മൈദയൊക്കെ എടുത്ത് കളയാറാണ് പതിവ് അല്ലേ. ഇതുകൊണ്ട് പല യൂസ്ഫുൾ ഐഡിയാസ് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് കിച്ചണിൽ യൂസ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. കിച്ചൺ സിങ്ക് ക്ലീൻ ആക്കാൻ, അതുപോലെ ചെമ്പും സ്റ്റീലും പിത്തളയൊക്കെ ഇതുകൊണ്ട് ക്ലീനാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കിച്ചണിലോ അല്ലെങ്കിൽ ഫ്ലോറിൽ എവിടെയെങ്കിലും എണ്ണയൊക്കെ വീണു പോയാൽ, അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പോഴൊക്കെ എണ്ണയൊക്കെ ആവാറുണ്ടല്ലോ, അതൊന്ന് ക്ലീനാക്കാൻ കുറച്ച് ആട്ട ഇങ്ങനെ വിതറി കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക. കേടായ ആട്ട ആയതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വിതറിയിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മളൊരു ഉണങ്ങിയ തുണി കൊണ്ട് അതൊന്ന് തൂത്ത് ഇങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു സോപ്പ് ലായനിയൊക്കെ വെച്ച് കഴുകിയാലും കൂടി അത് എണ്ണയുടെ അവിടെ അങ്ങനെ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ടാവും. ഇപ്പം കണ്ടില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്, ഒട്ടലോ ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉണങ്ങിയ തുണി വെച്ച് ഒന്ന് തുടക്കാൻ പറ്റും. ഇങ്ങനെ തുടച്ചെടുത്ത കണ്ണാടി പോലെ ആയി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അല്ലേ. അടുത്തതായിട്ട് നമുക്ക് ആട്ടയും അതുപോലെ ഉപ്പുപൊടി ഈക്വൽ സമമായിട്ട് എടുക്കാം. അതിലേക്ക് കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ, നമ്മൾ അച്ചാറിടാനോ ഒക്കെ വാങ്ങുന്ന വിനാഗിരി, അതില്ലെങ്കിൽ സുർക്ക ഇതിലോട്ട് ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഒത്തിരി ലൂസാവണ്ട, ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. ഇങ്ങനെ മിക്സാക്കിയിട്ട് നമുക്ക് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി പേസ്റ്റ് ആക്കണം. അതിനുശേഷം ഇത് നിങ്ങൾക്ക് ചെമ്പ് പാത്രത്തിലോ അതോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമോ ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും, അലൂമിനിയം പറ്റില്ല, ഓക്കെ. ഗ്ലാസ്സൊക്കെ അലൂമിനിയത്തിലാക്കി ചിലപ്പോൾ കറുത്ത കളറായി പോകും, അതുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നത്. ബാക്കി സ്റ്റീല്, ഗ്ലാസ്, ചെമ്പ്, പിത്തള ഒക്കെ നമുക്ക് ഇതുകൊണ്ട് നല്ല ക്ലീനാക്കി കിട്ടും. പുതിയ പാത്രം പോലെ ആയിട്ട് തിളങ്ങുന്നത് കാണിച്ചു തരാൻ. കണ്ടില്ലേ, ഇത് പഴയ ഒരു ഗ്ലാസ്സാണ്. അങ്ങനത്തെ ഒരു സെറ്റ് മേടിച്ചതാണ് നമ്മൾ. അങ്ങനെ വേറെ അതിൻ്റെ കൂടെ ഒരു പൗഡറൊക്കെ ഇട്ടിരുന്നു, അതൊക്കെ തീർന്നു. ഇപ്പം നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ പഴയ ഒരു കളറിലേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം. നോക്കൂ, ഇത് തേച്ചിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതെല്ലാം കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ വേണം കഴുകിയെടുക്കാൻ. തണുത്ത വെള്ളം പാടില്ല. ചൂട് വെള്ളമാകുമ്പോൾ പെട്ടെന്ന് അത് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് കഴുകി എടുക്കാം. ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഇങ്ങനെ ആക്കിയാൽ അതൊന്ന് ഉണങ്ങിയതല്ലേ, ഒക്കെ ഒന്ന് ഇളകി വരും. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിലും കൂടി കഴുകിയതിന് ശേഷം തുണി വെച്ച് തുടക്കാവുന്നതേ ഉള്ളൂ. ഡ്രൈ ആയിട്ട്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ വെള്ളത്തിന് ഞങ്ങളുടെ ഇവിടുത്തെ വെള്ളം ഹാർഡ് വാട്ടറാണ്, അപ്പോൾ അത് പാടുകളായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് തുണി വെച്ച് തുടക്കാൻ പറയുന്നത്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്ക്രബ്ബർ കൊണ്ട് ഇതൊന്ന് ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ. സ്ക്രബ്ബർ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്, കാരണം അടയാളം വീഴും. അപ്പം കണ്ടില്ല, നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. പഴയ ആ ചെമ്പിൻ്റെ കളറിലേക്ക് തന്നെ ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ ഗ്ലാസിൻ്റെ ഒക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ അടുത്തൊരു വളരെ പഴക്കമുള്ളൊരു സ്റ്റെയിൻലെസ് പാത്രമുണ്ട്. അതിൻ്റെ കൂടെയുള്ളതൊക്കെ നമ്മൾ കളഞ്ഞു. ഇത് ഞങ്ങൾ പൂച്ചക്കുട്ടിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഗ്ലാസ് നല്ല കളറായിട്ടുണ്ടല്ലേ. ഇങ്ങനെ തന്നെ മറ്റുള്ളതും നിങ്ങൾക്ക് കണ്ടില്ലേ, പഴയത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ക്ലീൻ ആക്കാത്തത്. മറ്റേത് ക്ലീൻ ആയതോ. നിങ്ങൾക്കും ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്ന് തൊട്ടാൽ തന്നെ ഇതിൻ്റെ നല്ലൊരു കളറിലേക്ക് വരുന്നത് കണ്ടില്ല. തേച്ച് വെക്കുന്നതൊക്കെ കളറായിട്ട് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പഴയ ആ പാത്രം, സ്റ്റെയിൻലെസ് പാത്രം. ഇത് കണ്ടില്ലേ, ഭയങ്കര കറുത്ത കളറായിട്ടുണ്ട്. ഞങ്ങൾ പൂച്ചയ്ക്ക് ഇതിൽ ചിലപ്പം ഫുഡൊക്കെ ഇങ്ങനെ ചൂടാക്കിയതാണ് അവന് ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ചൂടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ കറുത്ത് പോയി. നമ്മൾ ലിക്വിഡ് സോപ്പും എല്ലാം യൂസ് ചെയ്ത്, പക്ഷേ കളർ വന്നില്ല. ഇതുകൊണ്ടൊന്ന് ഈ പേസ്റ്റ് തേച്ചപ്പോൾ തന്നെ ഒരു കളർ ഇങ്ങനെ തിളക്കവും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്കിതൊന്നിങ്ങനെ തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തിട്ട് പഴയ ചെമ്പ് വെച്ച് ഞാൻ കുറേ എണ്ണം കണ്ടില്ല തേച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ഇതും തേച്ച് കുറച്ച് നേരം വയ്ക്കാം. ഉണങ്ങിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ അതൊന്ന് മുക്കിയിട്ടോ അല്ലെങ്കിൽ ടാപ്പിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കാണിച്ചിട്ട് കഴുകാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. അതിന് ശേഷം തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ
സാധാരണ വെള്ളമാണെങ്കിൽ ഹാർഡ് വാട്ടർ അല്ലാത്തതാണെങ്കിൽ നമുക്ക് കഴുകി വെച്ചാൽ തന്നെ അത് ഉണങ്ങി കിട്ടും. അപ്പോൾ നല്ലൊരു ഷൈനിങ് ആയിരിക്കും കേട്ടോ. അതിന് ശേഷം വേണമെങ്കിൽ വേറൊരു സൂത്രം കൂടി ഉണ്ട്. അതും കൂടി ചെയ്താൽ പുത്തനാകും. എല്ലാ നമ്മുടെ പാത്രങ്ങളും നമ്മുടെ ചെമ്പും എല്ലാം പുത്തനായിട്ട് കിട്ടും. ഇത് വളരെ പഴക്കമുള്ളതാണ് കേട്ടോ. കുറച്ചൊരു 5-6 വർഷമൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇത് വളരെ പഴക്കമുള്ളതാണ്. കണ്ടില്ലേ, എന്നിട്ടും കൂടി ഒരു തിളക്കം വന്നത് കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് തുണി വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് തുടച്ചെടുത്താൽ ഇതിലും ഷൈനിങ് വരും. ഇതിന് നല്ല പുതിയ പാത്രം പോലെ ഷൈൻ ചെയ്യുന്നത് കാണാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടില്ലേ, തിളങ്ങി വരുന്ന കണ്ടില്ലേ. എന്ത് രസമാണ്. അപ്പോൾ പുതിയ പാത്രം പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷമായി ഈ ഐഡിയ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, പുതിയ പാത്രം പോലെ. പഴയതാണ് താഴെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ചില പാടൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തടവിയിട്ട് ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ഗ്ലാസ്സുകളൊക്കെ പുത്തനായിട്ടുണ്ടാവും. ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ല, നല്ല ഷൈനിങ് ആയിരിക്കും. എത്ര വർഷം കഴിഞ്ഞാലും പാത്രത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഈ സൂത്രമാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്യട്ടെ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്സും അടിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കണ്ടില്ല നമ്മുടെ ഗ്ലാസ്സുകളും പിന്നെ ഞാൻ മിക്സ് ചെയ്ത പാത്രമാണ്. അത് ഓൾറെഡി പുതിയതാണ്. എന്നിട്ടും കൂടി ഒന്നും കൂടി തിളങ്ങിയിട്ടുണ്ട്. വളരെ സന്തോഷമാവും. അതുപോലെ സ്പൂണുകളൊക്കെ. വേറൊരു ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ സിങ്ക് എത്ര കഴുകിയാലും ക്ലീൻ ആവില്ല. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് 3-4 ദിവസം അങ്ങനെ വിട്ടതായിരുന്നു, കഴുകിയിട്ടില്ല. അപ്പോൾ ഒന്ന് ആദ്യം സോപ്പൊക്കെ തേച്ചിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. അത് കണ്ടില്ലേ, ഫുള്ള് കറ പറ്റിയിട്ടുണ്ട്. ഏറ്റവും വൃത്തികേടുള്ള സ്ഥലമാണ് നമ്മുടെ അടുക്കളയിലെ സിങ്ക്. നമുക്ക് സോപ്പ് കൊണ്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. അതിന് ശേഷം ഒന്ന് ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലായിക്കോട്ടെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പേസ്റ്റ് ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കണം. ഒന്ന് വാഷ് ചെയ്തിട്ട് ആദ്യം വാഷ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കറയല്ല, കുറച്ച് ആ സോപ്പിന് ഈ മഞ്ഞളിൻ്റെയും എണ്ണയുടെ ഒക്കെ കുറച്ചൊന്നും അങ്ങോട്ട് പോയിട്ടുണ്ടാകും. പക്ഷേ പാടുകളൊക്കെ അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് ആ പേസ്റ്റ് വെച്ചിട്ട് വേണം ഇനിയൊന്ന് ക്ലീനാക്കി ഇതൊന്ന് പുത്തനാക്കി എടുക്കാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്ക്രബ്ബർ യൂസ് ചെയ്യാം. സ്റ്റീലിലൊക്കെ സ്ക്രബ്ബർ ആക്കുമ്പോൾ നമ്മൾക്ക് അപ്പോൾ ഉള്ളൊരു തിളക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് അവിടെ ഒരു പാട് പോലെയൊക്കെ ആവും. അപ്പോൾ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നോക്കൂ, ഇപ്പോൾ കുറച്ചൊക്കെ ക്ലീനായെങ്കിൽ കൂടി ആ പഴയ പാടൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ ടാപ്പിലൊക്കെ നമുക്ക് ഈ പേസ്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ വാട്ടർ ടാപ്പൊക്കെ ചിലപ്പോൾ വെള്ളമൊക്കെ തെറിച്ചിട്ട് ഹാർഡ് വാട്ടർ ആണെങ്കിൽ അവിടെ അടയാളം വന്നിട്ടുണ്ട്. അതൊക്കെ ഈ പേസ്റ്റ് നമ്മുടെ ആ മിക്സർ ഇതിൽ തേച്ചിട്ട് ഒരു ഉണങ്ങിയിട്ട് അതിന് ശേഷം ചൂടുവെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് കഴുകുക. അപ്പോൾ എല്ലാം നല്ല തിളക്കമായിട്ടുള്ള പുത്തൻ ടാപ്പും അതുപോലെ പുതിയ വാഷ് ബേസിനും ആയിട്ട് മാറുന്നത് നമുക്ക് കാണാവുന്നതാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടുണ്ട് നേരിട്ട് കാണാം. കണ്ടില്ലേ, നമ്മളൊന്ന് ഇതൊക്കെ ചൂടുവെള്ളം കൊണ്ടൊന്ന് ഇളക്കണം. അതിന് ശേഷം കണ്ടില്ലേ എത്ര ഷൈനിങ്ങാണ്, നോക്കൂ. കണ്ടില്ലേ, പുതിയതായിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ഒന്ന് കളർ, അതായത് ഷൈൻ വെക്കാനൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടി നമുക്ക് ആദ്യം ചെയ്ത പോലെ ആ ഗോതമ്പ് പൊടി നമുക്ക് കളയണ്ടല്ലോ, അതിന് പകരം ഇവിടെ ഒന്ന് തൂകി കൊടുത്തിട്ട് റൗണ്ട് ആയിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒരുതി കൊടുക്കുക. അപ്പോൾ ഇത് ഒന്നും കൂടി നല്ല തിളക്കമായിട്ട് വരും. കണ്ടില്ലേ, ഇങ്ങനെ ആട്ടൊന്ന് വിതറി കൊടുക്കാം. സൈഡിലും മേലെയും ഒക്കെ എത്താത്തിടത്ത് നമുക്ക് കൈകൊണ്ട് അങ്ങനെ തേച്ച് കൊടുത്താലും മതി. എന്നിട്ട് തുണി വെച്ചിട്ട് ഒന്ന് റൗണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് വിട്ടാൽ നല്ല ഷൈനിങ് ആവും. എന്നിട്ട് ആ പൊടി ഒന്ന് തൂത്തെടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക. കണ്ടില്ലേ, ഒന്നും കൂടി ഒന്ന് തിളക്കം വന്നു. അങ്ങനെ നമ്മുടെ പഴയ എന്തും ഇത് വെച്ചിട്ട് നമുക്ക് തിളക്കം വരുത്താവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വിദ്യ എന്താണെന്ന് കാണാം. അടുത്തത്, നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ ഉറുമ്പുകൾ വിരുന്നുകാരായിട്ട് വരാറുണ്ട്. അത് അത്ര ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ ആർക്കും. അപ്പം നമുക്കത് ഈക്വലായിട്ട് ആ ആട്ടയും കുറച്ച് ഉപ്പ് പൊടിയും അതുപോലെ സോഡയും
ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് എവിടെയാണ് ഉറുമ്പുകൾ എപ്പോഴും വരുന്നത് അവിടെ ആ ഭാഗത്ത് ഒന്ന് തൂകി കൊടുക്കുക. ഉറുമ്പല്ല വേറെ എന്തെങ്കിലും പ്രാണിയൊക്കെ വരികയാണെങ്കിലും അവിടെ ഇങ്ങനെ തൂകി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പേസ്റ്റാക്കിയിട്ട് തേച്ച് വിടുകയോ ചെയ്താൽ ചിലപ്പോൾ ആ ഭാഗത്ത് വരില്ല. നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഉറുമ്പുകൾ ഇപ്പോൾ തീരെ ഇല്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് കാണിച്ച് തന്നേനെ നിങ്ങൾക്ക്. ഏതായാലും ഈ ഡോറിൻ്റെ ഇങ്ങനെ മുൻപിൽ നമ്മളിങ്ങനെ വിതറി കൊടുക്കാം. ഒരൊറ്റ ഉറുമ്പും പിന്നെ നിങ്ങളുടെ വീട്ടിൽ കയറുകയേ ഇല്ല. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച സൂത്രപ്പണികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.